ഹായ് ആദുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോങ് വീഡിയോ കേട്ടോ. ആദുട്ടി 9:30-10 മണിയായിട്ട് ഇന്ന് എണീറ്റ് വരാനേ. ഇന്നിപ്പോൾ നമുക്ക് തെറാപ്പി ഇല്ല കേട്ടോ, നമ്മൾ തെറാപ്പിക്ക് പോകുന്നില്ല. അപ്പം നമ്മൾ തെറാപ്പി സെൻറ്ററിൽ ആർക്കെങ്കിലും ജലദോഷമോ പനി എങ്ങാനും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പരിസരത്തേക്ക് ഒരുപാട് നാളത്തേക്ക് പോകില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു ദിവസമാണ് നമുക്കിന്ന്. അതുകൊണ്ട് ഞങ്ങൾ തെറാപ്പിക്കൊന്നും പോകുന്നില്ല. അങ്ങോട്ട് നോക്കാൻ എല്ലാവരോടും കണ്ടോ, അവിടെ അതേ കുറേ സാധനങ്ങൾ അമ്മ എടുത്തിട്ട് ആദുട്ടിൻ്റെ അകത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, കുറേ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരോടും നോക്കാനാണ് പറയുന്നത്. കണ്ടോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ. ചുമ്മാ നമ്മൾ ആദുട്ടിനെയും കൊണ്ട് ഒരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു കുറച്ച് നേരം, ഒരു 11 മണി 12 മണി വരെയൊക്കെ കേട്ടോ. അപ്പോൾ ആദുട്ടി എണീറ്റ് വന്നേ ഉള്ളൂ. ഇനി ആദുട്ടിക്ക് ഉപ്പുമാവ് കൊടുക്കണം. ഉപ്പുമാവ് വേണോ? ഉപ്പുമാവ് ഞങ്ങൾക്ക് വലിയൊരു ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പിന്നെ ഈ അമ്മ എന്നും ഉണ്ടാക്കി തരുന്നതുകൊണ്ട് കഴിക്കാതിരിക്കാൻ വഴിയില്ല. ഈ ദോശ ഇഡ്ഡലി, എന്നും ദോശ സാമ്പാർ ഇഡ്ഡലി അപ്പം ഇത് കൊടുത്തോടുത്ത് മടുത്തു. ദോശ സാമ്പാർ ഇഡ്ഡലി അപ്പം കൊച്ചിനെ ചിരി വരുന്നുണ്ട് ഇത് തന്നെ എന്നും. അപ്പം ഞാൻ മടുത്തു കേട്ടോ. ഇതാക്കി ഞാൻ മടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് ഉപ്പുമാവാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ, ഉപ്പുമാവും പുട്ടൊക്കെ ഭയങ്കര എളുപ്പമല്ലേ. അപ്പം ഇന്ന് നമ്മ എളുപ്പപ്പണിയിലേക്ക് പോയില്ലേ. ഇത് അവിടെ കണ്ടോ, ഞങ്ങൾക്ക് ആനയുണ്ട് കേട്ടോ. ആനേനെ തൂക്കിയിട്ടിട്ടുണ്ടേ. ആനേനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ആന തൂങ്ങിക്കിടക്കുന്നു, ബൗബോ തൂങ്ങിക്കിടക്കുന്നു. ഇതെന്തോ പച്ച, അതെന്നതാ കങ്കാരു. എല്ലാം തൂങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. അവിടെ എല്ലാം തൂങ്ങിക്കിടപ്പുണ്ട്. അതാണ് ഞങ്ങൾ നോക്കുന്നത്. എല്ലാവരും കണ്ടില്ലേ? ഒരു ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇന്ന് കുറച്ച് വിശാലമായിട്ടിരിക്കും, കാരണം തെറാപ്പി ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വിശാലമായിട്ടിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഒത്തിരി വിശാലമൊന്നും ആയിട്ടിരിക്കില്ല. ഇനിയിപ്പോൾ ഓരോ ദിവസം ആദുട്ടിയുടെ ഡ്രസ്സോ പിന്നെ ആദുട്ടിക്ക് കിട്ടിയ കുറേ ടോയ്സ് ഉണ്ട്. അയ്യോ ചുമയെ പിടിച്ചോ. അതൊക്കെ വെച്ച് ഞങ്ങളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഞാൻ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നേ, പിന്നെ മടി കാരണം കുറഞ്ഞ് ഇപ്പോൾ ഒന്നുമില്ലാതായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആദ്യത്തെ പോലെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ആദുട്ടിക്ക് ഞാൻ ഉപ്പുമാവ് കൊടുക്കട്ടെ കേട്ടോ. ഉപ്പുമാവ് കൊടുത്തിട്ട് കാണാവേ. ഇത് നമ്മുടെ ഒരു 12 മണി വരെ ഉണ്ടാവുള്ളേ. ശരി, ഞങ്ങൾ ഉപ്പുമാവൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം അല്ലേ. ഫുഡൊക്കെ എടുക്കാൻ പോവാന്ന് വിചാരിച്ചപ്പോൾ ഇതേ എൻ്റെ മടിയിൽ നിന്ന് ഒരുത്തൻ്റെ താഴെ ഇറങ്ങി നിൽക്കുവാണ് കേട്ടോ. മടിയിൽ നിന്ന് ചാടി അങ്ങ് ഇറങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ഒന്ന് കാണിച്ചു തരാമേ. ദേ താഴെ ഇറങ്ങി ദേ നിൽക്കുവാണ്. നിപ്പാണ് കേട്ടോ അല്ലേ. മടിയിൽ നിന്ന് താഴെ ഇറങ്ങി നിപ്പാണ്. ആദുട്ടിയുടെ വീഡിയോ കാണാനൊക്കെ ഒത്തിരി പേര് കാത്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും നമുക്ക് സപ്പോർട്ട് തരാനൊന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടിനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇച്ചിരി നേരം നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ആദുചേട്ടനാണ് അമ്മയുടെ ആദുചേട്ടൻ. വീണ്ടും അങ്ങോട്ടാണ് നോക്കുന്നത്. എല്ലാവരും കാണിച്ചു തരുന്ന കണ്ടുട്ടോ അതൊക്കെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുളിക്കാൻ പോയത് എത്ര മണിക്കാ? 9:15 9:45 ഞങ്ങൾ 9:15 9:30 9:45 9:30 കുളിക്കാൻ പോയ ഞങ്ങളാണ്. അപ്പോൾ കുളിയും കഴിഞ്ഞ് വന്നേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാവോ, എന്തോ കുളിയൊക്കെ കഴിഞ്ഞ് മെല്ലെ സാവധാനമാണ് കേട്ടോ. ഇന്ന് മൊത്തം മെല്ലെ ഉറുമ്പ് എഴയുന്ന പോലെ പണിയെടുക്കുള്ളൂ. കാരണം എവിടെ പോകാനൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പിക്ക് പോകാനുണ്ട്, ഓടണം. ഇന്നൊരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മെല്ലെയാണ്. ഈ കഴുത്ത് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് തോന്നണ്ട, അത് ചേട്ടൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വെക്കുന്നതാണ്. പിന്നെ ഫുൾ അങ്ങോട്ടാണ് നോട്ടം കേട്ടോ. അവിടെ ഒരു പച്ചയും കൂടി കിടപ്പുണ്ട്, നിങ്ങൾ ആരും കണ്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് ഒരു നോട്ടം കണ്ടോ. എല്ലാവരും കാണിച്ചു. അതെല്ലാവരും കാണിക്കാനാണ് എന്നോട് കാണിച്ചു തരുന്നത്. അതാരും കണ്ടില്ല, നേരത്തെയും കണ്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് കാണിച്ചു കൊടുക്കുക. എൻ്റെ അമ്മേന്നാ പറയുന്നത്. എല്ലാം അറിയുന്നൊരു കുഞ്ഞായ ഉള്ളൂ. ഇനിയിപ്പോൾ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകാനുണ്ട്. പാത്രം കഴുകൽ അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. പാത്രം കഴുകി മടുക്കും. 3 പേരേ ഉള്ളെന്നൊക്കെ പറയും, പക്ഷെ പാത്രം കഴുക്ക് ചില്ലറയല്ല കേട്ടോ. 3 പേരാണേലും 30 പേരാണേലും പാത്രം കഴുക്കല്ല ഒരുപോലെ. അതിനൊന്നും ഒരു മാറ്റമില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചുമ്മാ ഇരിക്കാതെ പോയി പാത്രം കഴുകി വയ്ക്കാനെ. അന്നേരം എന്നെ കളിയാക്കി ചിരിക്കുക. ഫുള്ള് കളിയാക്കി ചിരി ഇച്ചിരി കൂടുതലാട്ടോ. ഇപ്പം ഇച്ചിരി കളിയാക്കി ചിരിയൊക്കെ കൂടുതലാണ്. പിന്നെ
വേറെ എന്തൊക്കെയോ കുറച്ച് പറയാനുണ്ടായിരുന്നു. എന്നതാ ആദൂട്ടിക്ക് എത്ര വയസ്സായി നിൽക്കുന്നുണ്ട്? ആദൂട്ടിക്ക് എത്ര വയസ്സായി? 8 വയസ്സായി. 8 വയസ്സ്. സ്കൂളിലൊക്കെ പോകുന്നുണ്ടേ. പിന്നെ ആദൂട്ടിക്ക് വരുന്ന ചില കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും കേട്ടോ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ആദൂട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് കേട്ടോ. ഒത്തിരി അമ്മമാരുണ്ട്. അവരുടെയൊക്കെ വർത്തമാനം കേൾക്കണം. ചിലർ നമ്മൾ വിളിച്ചിട്ട് കരയുമ്പോഴൊക്കെ നമുക്ക് തന്നെ സങ്കടം വരും കേട്ടോ. കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാൽ അവരങ്ങ് പൊട്ടിക്കരയുവേ. അപ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും കേട്ടോ. അപ്പോൾ ഇത്രയും സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചല്ല കേട്ടോ. ഒരുപാട് നമ്മൾ കുഴികളിൽ നിന്നും വീണ് വന്നതാണ്. ചെളിക്കുഴി പെട്ടുപോയിട്ട് നമ്മൾ അവിടെ നിന്നൊക്കെ കരകയറി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതെല്ലാവരും ആദൂട്ടീനെ അങ്ങ് ഏറ്റെടുത്തു. ആദൂട്ടിൻ്റെ ഒന്ന് മുഖം വാടിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ എന്താ മോന്ത വാടിയിരിക്കുന്നതെന്ന്? എന്താ മോന്ത വാടിയിരിക്കുന്നത്? കാര്യം പറ. ചില സമയം ഞങ്ങൾക്ക് മൂടില്ലേ, ഞങ്ങളിങ്ങനെ മോന്ത ഉറപ്പിച്ച് വെച്ചോണ്ടിരിക്കും. ചില സമയം ഞങ്ങൾക്ക് ഒന്നിനും ഒരു മൂടില്ല മുഖത്ത്. ഇനി ആദൂട്ടിൻ്റെ ഒരു ദിവസം ഡ്രസ് കളക്ഷനും കൊണ്ട് വരാം. പിന്നെ വേറെന്താ, കളിപ്പാട്ടങ്ങൾ കാണിച്ചുകൊണ്ട് വരും. കളിപ്പാട്ടങ്ങൾ കാണിക്കാനൊക്കെയാണ് 2 വീഡിയോ എടുക്കാൻ മൊത്തം ഉണ്ട് നമുക്ക്. അത് മൊത്തം ഉണ്ട് 2 വീഡിയോയ്ക്ക് അതെടുക്കാൻ. അങ്ങനെ ഓരോരോ വീഡിയോ കൊണ്ട് നമുക്ക് വരാം കേട്ടോ. ഞാൻ അങ്ങനെ പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. ഇന്നിപ്പോൾ പറയും ഞാൻ വരാമെന്ന് പറയും, പക്ഷേ പിന്നോട്ട് വരത്തുമില്ല. അതാണ് കാര്യം. പിന്നോട്ട് ഞങ്ങൾ വരത്തുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഫിസിയോതെറാപ്പിക്ക് പോയില്ല കേട്ടോ. ഫിസിയോതെറാപ്പിക്ക് ആദൂട്ടിൻ്റെ കാര്യത്തിലേ എനിക്ക് പേടിയാണ് കേട്ടോ. ആർക്കെങ്കിലും ജലദോഷം വന്നാൽ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉണ്ണിക്കുട്ടന് ജലദോഷം വന്നിട്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദൂട്ടിൻ്റെ എന്തെങ്കിലും വയ്യായിക വന്നാലോ എന്നൊക്കെ എനിക്ക് പേടി. റൂമിൽ നിന്ന് ഞാൻ പറയും കൊച്ചിൻ്റെ അടുത്ത് പോകല്ലേ എന്ന് പറഞ്ഞു ഉണ്ണീനെ വിലക്കുവേ. ഉണ്ണിക്ക് എന്നാലും ഇങ്ങനെ ഇടയ്ക്ക് വന്നൊരു ഉമ്മയൊക്കെ കൊടുക്കാൻ ഇങ്ങനെ കുറേ ഞാൻ പറയും ഉമ്മ വയ്ക്കല്ലേ എന്ന് പറയും. ഉമ്മ വയ്ക്കല്ലേ, കൊച്ചിനെ വെക്കല്ലേ എന്ന് ഞാൻ പറയും കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിക്കുട്ടനെ ഇപ്പോൾ നോക്കി ഇപ്പോൾ ആദൂട്ടിക്ക് ജലദോഷം വലിയ കാര്യമായി വരുന്നില്ല. മാൾക്കൊച്ചി പോയപ്പം മാൾക്കൊച്ചിൻ്റെ റൂം ഉണ്ണിക്കുട്ടന് കൊടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ വലിയൊരു കെട്ടിപ്പിടുത്തത്തിന് ഉമ്മയ്ക്കും ജലദോഷം ആകുമ്പോൾ വരുന്നില്ല. പിന്നെ ആർക്ക് വന്നാലും, എനിക്ക് വന്നാലൊക്കെ മാസ്ക് ഇടുവാണ്. എനിക്ക് എവിടുന്നേലും ഒരു ജലദോഷം വരുമ്പോൾ ഇപ്പം ഞാൻ സിട്രസും കഴിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എനിക്കിപ്പം. അങ്ങനെ കേട്ടോ. പിന്നെ വേറെന്താണ്, ആദൂട്ടിൻ്റെ ദേഷ്യത്തിൻ്റെ കാര്യം അത് അവൻ്റെ മൂഡ് അനുസരിച്ചാണ്. ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ ആയിട്ടോ. ചോറ് വെച്ചു, ചീരത്തോരൻ. വേറെന്താ ആദൂട്ടി? വേറെന്താ? ഇന്നലത്തെ മോരുകറിയാണ്. ഇന്നലത്തെ മോരുകറി ഒരു മുട്ട കൊടുക്കണം കേട്ടോ. ഒരു മുട്ട വെച്ച് കുരുമുളകൊക്കെ ഇട്ട് ചിക്കി കൊടുക്കണേ. മുട്ടയൊക്കെ കൊടുത്തിട്ട് കുറേ ആയിട്ടോ, പേടിച്ചിട്ടേ. ഗ്യാസ് കയറിയാലോ ഒന്ന് പേടിച്ചിട്ട് മുട്ടയൊന്നും ഇപ്പം നമ്മളങ്ങനെ കൊടുക്കാറൊന്നുമില്ല. പിന്നെന്തായാലും വേണ്ടില്ല, ഒരു മുട്ട കൊടുക്കണം അല്ലേ? വേണ്ടേ? എന്നാൽ ഞങ്ങൾക്ക് മുട്ട വേണ്ട കേട്ടോ. ഇന്ന് മുട്ട തിന്നാതെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ? ഒരു 11:30 വരെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. വേറെന്താണ് സംശയം? വേറെ നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ വീട് പുൽപ്പള്ളിയാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് പാലക്കാട് അട്ടപ്പാടിയിലാണ്. പാലക്കാട് വന്നിട്ട് നമ്മൾ 5 വർഷമായി കേട്ടോ. ഓണത്തിനും വിഷുവിന് ഈസ്റ്ററിനൊക്കെ നമ്മൾ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും ലൈവ് കയറാൻ തുടങ്ങിയാലും ഇവിടെ ഒരു വാവിളി നിർബന്ധം. അപ്പോൾ നമ്മൾ ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനൊക്കെ വീട്ടിൽ പോകുള്ളൂ. ഓണത്തിനൊക്കെ 10 ദിവസത്തെ അവധിക്ക്, വെക്കേഷൻ അവധിക്ക് പോകും കേട്ടോ. പിന്നെ വേറെ എന്താ പറഞ്ഞാ, ആദൂട്ടിക്ക് കുറേ ഉടുപ്പുകൾ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് കയറി വന്നു കേട്ടോ. പിന്നെ ആദൂട്ടിക്ക് കുറേ ഉടുപ്പുകളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഒന്നങ്ങ് കാണിക്കാഞ്ഞിട്ടാണ് അല്ലേ, എല്ലാം അങ്ങ് കാണിക്കാഞ്ഞിട്ടാണ് കേട്ടോ. ചിലർക്ക് നമ്മൾ കാണിക്കുന്ന വീഡിയോ എടുക്കുന്നത് കാണിക്കരുത് ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് അയച്ചു തരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യരുതല്ലോ, മോശമല്ലേ. ഇത് പിന്നെ ഇപ്പോൾ ചെവിയിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ രാവിലെ പറയുമായിരുന്നു കേട്ടോ. ആദൂട്ടിക്ക് ചെവിയിൽ ഒഴിക്കുന്ന മരുന്ന്, ന്യൂറോ മെഡിസിൻ, പിന്നെ കുറച്ച് ഓൾമെൻറ്റുകൾ എല്ലാം കൂടി ആകുമ്പോൾ ആദൂട്ടിക്ക് ഇഷ്ടം പോലെ മരുന്നുകളാണ് കേട്ടോ. മരുന്നിന് ഒരു പഞ്ഞുമില്ല ഞങ്ങൾക്ക്. ഫുഡിനേക്കാളും കൂടുതലും മരുന്നാണ് ഇപ്പോൾ. മരുന്നും അല്ലേ, ഒത്തിരി മരുന്ന്. ഒത്തിരി പേര് നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അതെ, വീണ്ടും വന്നു തുറത്തെടുത്തിട്ട് വരട്ടെ. എവിടെയുണ്ട്? വർത്താനം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വായിക്കൂടി വെള്ളം വരുന്ന കാണിച്ചു അന്നേരം വർത്താനം പറയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു കേട്ടോ.
കുറേ പേര് പറയുന്നുണ്ട് ചേച്ചി ഒന്ന് ഇന്ന് എന്തേലും വർത്താനം പറഞ്ഞാണെങ്കിലും ചേച്ചി ഒരു ലോങ് വീഡിയോ ഇടി ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഇതാണ് അവസ്ഥ ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനിയിപ്പോൾ പാത്രം കഴുകാനുണ്ട് കേട്ടോ. ആദൂട്ടീനെ കിടത്തിയിട്ട് പാത്രം കഴുകാൻ പോകണം. അപ്പോൾ ആദൂട്ടീനെ കിടത്തിയോണ്ട് കഴിഞ്ഞിട്ട് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. കിടത്തി പാത്രമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ വന്ന് വൈൻഡപ്പ് ചെയ്യും. കാരണം പാത്രം കഴുകാതിരുന്നത് ശരിയാവത്തില്ല, കുറച്ച് കൂടുതലുണ്ടേ. ഇവൻ കഴുകുമെന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും നേരമായിരുന്നു, ഇവൻ കഴുകിയില്ല. ശരി, പാത്രമൊക്കെ കഴുകിയിട്ട് വരാം. എത്ര നല്ല ഡീസൻ്റ് ആയിട്ടാണ് കൊച്ചി കിടക്കുന്നതെന്ന് കണ്ടോ. ഇത് ബെഡ് കുറച്ച് നാളായിട്ടോ നമുക്ക് ഈ ബെഡ് കിട്ടിയിട്ട്. ഇത് ഫിസിയോതെറാപ്പി ബെഡാണേ. ഇത് നിലത്താ കിടത്തുന്നതെന്ന് ആരും വിചാരിക്കരുത്. ഇത് ഫിസിയോതെറാപ്പി ബെഡാണ്. പുറത്തുകൂടി ചെരുപ്പ് പോകുന്നുണ്ടേ. ഇതിലെ കൂടി ഇങ്ങനെ സാധനങ്ങൾ വരും കേട്ടോ, അതാണ്. അപ്പോൾ ബെഡിൻ്റെ തോലൊക്കെ പൊളിച്ചു പോയിട്ടുണ്ട്. അത് മേത്ത് കുത്തിക്കയറുമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരൊരെണ്ണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ടാവും നമ്മളെന്താണ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഷീറ്റ് വിരിക്കാത്തതെന്ന്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഷീറ്റ് വിരിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ് വിരിച്ച് ഞാനങ്ങ് ഇച്ചിരി മാറിക്കഴിയുമ്പോൾ ആളെടുത്ത് മോന്തയിലേക്കൊക്കെ വലിച്ചിടും കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് പുറത്തേക്കൊക്കെ പോയി വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. മുഖത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പേടിയാണ്. ആദൂട്ടി മുഖത്ത് വലിച്ചിട്ടോ ദൈവമേ എന്തായി എന്നൊക്കെ ഓർത്ത്. എനിക്കൊരു തുണി എടുക്കാൻ പോയാൽ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത് ഫിസിയോതെറാപ്പി ബെഡാണ്, നല്ലതാണ് കേട്ടോ. നിലത്ത് കൊണ്ടേ കാലിട്ടേക്കുന്നതാണ്ടോ. അത് സ്വന്തമായിട്ട് ഇങ്ങനെ കയറി വരികയൊക്കെ ചെയ്യുവേ. സ്വന്തമായിട്ട് നിലത്തേക്ക് ഇറങ്ങിപ്പോവും. ചിലപ്പോൾ ഈ നിലത്ത് കിടന്ന് ഫുള്ള് വട്ടം കറങ്ങും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഞാൻ പാവത്താനെ പോലെ തിരിച്ച് വന്ന് ഈ ബെഡിൽ കിടക്കും കേട്ടോ. അതൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനത്തെ കയ്യിലിരിപ്പൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്നിട്ട് പാല് താടി അമ്മയെന്നായിരിക്കും അല്ലേ. 11:30 ആയിട്ടോ. ഇച്ചിരി പാലൊക്കെ തിളപ്പിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എന്നും പറഞ്ഞ് ഇടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. പിന്നെ അതുകൊണ്ട് കസേരയിലും ഇരിക്കും കേട്ടോ. ഇത് കുറച്ച് നേരം കിടത്തിയിട്ട് എനിക്കൊണ്ട് കസേരയിൽ ഇരുത്തു കേട്ടോ. അപ്പോൾ കസേരയിൽ ഇരുത്തുന്ന വീഡിയോ നാളെ എടുക്കാം കേട്ടോ. കുറച്ച് റിസ്ക് ഒക്കെയാണ് ഇരിക്കാൻ, എന്നാലും നാളെ അതെടുക്കാം. ടാറ്റാ, ബൈ ബൈ.